എറണാകുളം കുട്ടമ്പുഴയിൽ കനത്ത മഴയിൽ റോഡ് തകർന്നതിനാൽ രോഗിയായ വീട്ടമ്മയെ വീട്ടിലെത്തിച്ചത് 2 കിലോമീറ്റർ ദൂരം ചുമന്ന് മരക്കമ്പുകൾ കൊണ്ട് സ്ട്രെച്ചർ പോലെ ഉണ്ടാക്കി ചുമന്നാണ് വീട്ടിലെത്തിച്ചത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ തേരയിലാണ് സംഭവം. ഒരു മെഡിക്കൽ കേസ് വരുമ്പോൾ ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ് ഇവിടുത്തെ ആളുകൾ കഴിയുന്നത്. രോഗി കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് വേണം. ജനങ്ങൾ ചുമന്നാണ് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു രോഗിയെ ചുമന്നുകൊണ്ട സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യമെല്ലാം മാറണമെങ്കിൽ റോഡ് കോൺക്രീറ്റ് അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. എബിൻ ജോസ് വാർത്തകൾ ചോദിച്ചിരുന്നു. എബിൻ, ആ മേഖലയിൽ കുറേ വീടുകളുള്ള സ്ഥലമാണോ? റോഡ് പ്രശ്നമുണ്ടോ? അവർ ആരോടെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണോ ഈ പ്രശ്നങ്ങളൊക്കെ? എബിൻ, എന്താണ് വിവരങ്ങൾ? കാശ്മി, സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ 6-ാം വാർഡാണ്. 6-ാം വാർഡിലെ തേര ആദിവാസി കുടി. ഏകദേശം 14 കിലോമീറ്റർ വേണം ഈ ആദിവാസി കുടിയിലുള്ള ആളുകൾക്ക് പുറം ലോകത്തേക്ക് എത്താൻ. ഈ 14 കിലോമീറ്റർ സഞ്ചരിച്ച് പിന്നെ ബ്ലാവന എന്ന് പറയുന്ന ഒരു ചപ്പാത്ത് കടവുണ്ട്, അവിടെ ജങ്കാർ കയറി പുറം ലോകത്തേക്ക് എത്തണം. ഈ കോതമംഗലം ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ആ രീതിയിലാണ് സഞ്ചരിക്കേണ്ടത്. ഈ കാഴ്ച കഴിഞ്ഞ ദിവസം നടന്നതാണ്. അതായത് ഈ തേര ആദിവാസി കുടിയിലെ ഒരു യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസതടസ്സമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഡിസ്ചാർജായി തിരികെ കൊണ്ടുപോകാൻ നേരത്താണ് ഇത്തരത്തിലൊരു ദുരിത കാഴ്ച ഉണ്ടാവുന്നത്. അതായത് ഇവർ സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴി കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയെ തുടർന്ന് തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഈ കുടിയിലേക്ക് എത്തില്ല. ഏകദേശം ഈ കുടിയിലേക്ക് എത്തുന്ന പകുതി ദൂരം വാഹനത്തിൽ എത്തിച്ച ശേഷം പിന്നീട് നാട്ടുകാരായ ആളുകൾ ഒരു മരക്കമ്പുകൾ കൊണ്ട് സ്ട്രെച്ചർ ഉണ്ടാക്കി ഇവരെ ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. മഴക്കാലത്ത് ഈ ആദിവാസി കുടിയിലുള്ള ആളുകൾ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പുറം ലോകത്തേക്ക് എത്താൻ വഴിയില്ല. വഴി പലപ്പോഴും തകർന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഈ വഴി നന്നാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഊരുമൂപ്പനടക്കം പറയുന്നത്. ഏതായാലും അധികൃതർ ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. ഹാഷ്മി. എബിൻ ജോസാണ്. അങ്ങേയറ്റം സങ്കടം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. ദൃശ്യം കാണുന്നവർ പരിഹാരമുണ്ടാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയുമാണ്.